ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓഗസ്റ്റ് 2025 ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഫോണുകളെ കുറിച്ചിട്ടാണ്. ആദ്യം നമ്മൾ ഗൂഗിളിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പിക്സൽ 10 സീരീസ് ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. അപ്പോൾ ഗൂഗിൾ പിക്സൽ 10 സീരീസിൽ ഗൂഗിൾ പിക്സൽ 10, 10 Pro, 10 Pro XL അതുപോലെ തന്നെ ഗൂഗിൾ പിക്സൽ 10 Pro ഫോൾഡ് എന്നീ ഫോണുകൾ ലോഞ്ച് ചെയ്തേക്കാം. ഓഗസ്റ്റ് 20 മിക്കവാറും ഈ ഫോണിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാം. ഇപ്പം ഇതിൽ ഗൂഗിൾ പിക്സൽ 10 6.3 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. AMOLED ഡിസ്പ്ലേ വരും. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഗൂഗിൾ ടെൻസർ G5 പ്രോസസ്സർ ആയിരിക്കും ഇതിൽ വരിക. ഇപ്പം ഗൂഗിൾ പിക്സൽ സീരീസിൽ വരുന്ന എല്ലാ ഫോണുകളിലും ഈ ഒരു സെയിം പ്രോസസ്സർ തന്നെയായിരിക്കും വരിക. 48+, 10.8+, 12 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 10.5 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരും. 4970 mAh ബാറ്ററിയും 29 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഗൂഗിൾ പിക്സൽ 10 Proയിൽ ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആയിരിക്കും വരിക. സെയിം ഡിസ്പ്ലേ സൈസ് ആയിരിക്കും വരിക. പിന്നെ ക്യാമറയിൽ 50+, 48+, മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. ഫ്രണ്ടിൽ 42 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരും. പിന്നെ 4870 mAh ബാറ്ററി ആയിരിക്കും വരിക. 29 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും 21 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. പിക്സൽ 10 Pro XL വലിയ 6.8 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ സെയിം പ്രോസസ്സറും സെയിം ക്യാമറ സെറ്റപ്പ് ഒക്കെ തന്നെയായിരിക്കും വരിക. പക്ഷേ ബെറ്റർ ആയിട്ടുള്ള 5200 mAh ബാറ്ററി വരും. 39 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും 23 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും വരുന്നതായിരിക്കും. പിന്നെ ഒരു ഫോൾഡബിൾ ഫോൺ കൂടി ലോഞ്ച് ചെയ്യുന്നതായിരിക്കും, ഗൂഗിൾ പിക്സൽ 10 Pro ഫോൾഡ്. ഇതിൽ 8 ഇഞ്ചിൻ്റെ 2K റെസൊല്യൂഷനിൽ വരുന്ന OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹാഫിലായിട്ട് 6.4 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ ഗൂഗിൾ പിക്സൽ 10 പോലുള്ള ഒരു ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 5015 mAh ബാറ്ററി വരുന്നതായിരിക്കും. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും 7.5 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഓഗസ്റ്റ് 4 വിവോയുടെ Y400 5G എന്ന സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം ഇതിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പഞ്ച്വൽ ഡിസൈൻ ആയിരിക്കും വരിക. സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന പ്രോസസ്സർ ആയിരിക്കും വരിക. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. പിന്നെ മികച്ച 6000 mAh ബാറ്ററിയും 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നതായിരിക്കും. ഓഗസ്റ്റ് 4 ഈ ഫോൺ ലോഞ്ച് ചെയ്യും. വില ഒരു 20,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് വരാനാണ് സാധ്യത. പിന്നെ ഓഗസ്റ്റ് 12 വിവോയുടെ വിവോ V60 എന്നുള്ള സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം ഇതിൽ 6.6 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. പഞ്ച്വൽ ഡിസൈൻ വരും. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. സ്നാപ്ഡ്രാഗൺ 7 Gen 4 എന്ന പ്രോസസ്സർ ആയിരിക്കും വരിക. 50+8+, 50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ ആയിരിക്കും വരിക. 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഇത് കുറച്ചും കൂടിയൊക്കെ ഒരു ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. അതുമാത്രമല്ല നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരും. 6500 mAh ബാറ്ററിയും 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഓഗസ്റ്റ് 12 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പിന്നെ വിവോയുടെ വിവോ T4 Pro എന്ന സ്മാർട്ട് ഫോൺ ചിലപ്പം ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേയും 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നതായിരിക്കും. ചിലപ്പം ഇതിൽ MediaTek Dimensity 8400 എന്ന പ്രോസസ്സർ വന്നേക്കാം. പിന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഓഗസ്റ്റ് 11 14 ഇടയിലായിട്ട് ഓപ്പോ K13 സീരീസ് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. K13 സീരീസിൽ K13 Turbo അതുപോലെ തന്നെ K13 Turbo Pro എന്നീ ഫോണുകളായിരിക്കും ലോഞ്ച് ചെയ്യുക. ഇതിൽ രണ്ട് ഫോണുകളിലും 6.8 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ വരും. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. 7000 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നതായിരിക്കും. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ഫോണുകളിലും എക്സ്ട്രാ കൂളിംഗ് ഫാൻ വരുന്നതായിരിക്കും. അപ്പം ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു കൂളിംഗ് ഫാൻ തന്നെ ഇതിൽ വരും. ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണായിരിക്കും. ഇതിൽ ഓപ്പോ K13 Turboയിൽ MediaTek Dimensity 8450 എന്ന പ്രോസസ്സർ ആയിരിക്കും വരിക. പ്രോ വെർഷനിൽ സ്നാപ്ഡ്രാഗൺ 8S Gen 4 എന്ന പ്രോസസ്സറും വരുന്നതായിരിക്കും. പിന്നെ ലാവയുടെ ലാവ അഗ്നി 4 എന്ന സ്മാർട്ട് ഫോൺ ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ വന്നേക്കാം. പഞ്ച്വൽ ഡിസൈൻ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. MediaTek Dimensity 8350 എന്ന പ്രോസസ്സർ വരുന്നതായിരിക്കും. 50+50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ഇതിൽ വന്നേക്കാം. പിന്നെ 7000 mAh ബാറ്ററി ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ സാംസങ്ങിൻ്റെ S25 FE ഈ മാസം ചിലപ്പം ലോഞ്ച് ചെയ്തേക്കാം. അപ്പം ഇതിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. Exynosൻ്റെ 2400 എന്ന പ്രോസസ്സർ ആയിരിക്കും വരിക. 50+12+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും.
4700 mAh ബാറ്ററി വരുന്നതായിരിക്കും. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും പിന്നെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ സാംസങ്ങിൻ്റെ A17 5G എന്ന സ്മാർട്ട് ഫോണും ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. അപ്പം ഇതിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വന്നേക്കാം. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ വരുള്ളൂ. എക്സിനോസിൻ്റെ 1380 എന്ന പ്രോസസ്സർ വരും. 50+5+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 5000 mAh ബാറ്ററിയും 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ ഓഗസ്റ്റ് 19 റെഡ്മിയുടെ റെഡ്മി 15 5G എന്ന സ്മാർട്ട് ഫോണിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിൽ 6.9 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആയിരിക്കും വരിക. 144 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. സ്നാപ്ഡ്രാഗൺ 6S Gen 3 എന്ന പ്രോസസ്സറായിരിക്കും ഇതിൽ വരിക. 50+2 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. 7000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഇതിൽ വരും. പിന്നെ റെഡ്മിയുടെ റെഡ്മി നോട്ട് 15 Pro Plus എന്നുള്ള സ്മാർട്ട് ഫോൺ ചിലപ്പം ഈ മാസം ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ വരുന്നതായിരിക്കും. സ്നാപ്ഡ്രാഗൺ 7S Gen 4 എന്ന പ്രോസസ്സറായിരിക്കും വരിക. 7000 mAh ബാറ്ററി വരുന്നതായിരിക്കും. 50+50 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പൊക്കെ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഈ മാസം ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ചില ഫോണുകൾ. അപ്പം ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോണിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.